നമ്മുടെ കുടുംബത്തെയാണ് പ്രത്യേകമായി ഓർക്കേണ്ടത്. നമ്മുടെ കുടുംബം യേശുവിടെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. സാർവത്രിക സഭ യേശുവിടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ എന്ന് ആഘോഷിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെപ്പോഴും നമ്മൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് തിരുഹൃദയത്തിന് മുൻപിലാണ്. തിരുഹൃദയമാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം എന്ന് പറയുന്നു. നമ്മൾ കുടുംബത്തിൽ സ്ഥാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം എന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ. ആ തിരുഹൃദയത്തിൻ്റെ രാജാവാണ് തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. അതിനു മുൻപിൽ നമ്മൾ ഇന്ന് തൊഴുകയിലൂടെ പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. കാഴ്ചവെപ്പ് സമയത്ത് ഗായകർ പാടിയ പാട്ടും അത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നിൻ തിരു രക്തവും നിൻ തിരു ശരീരവുമായിട്ട് മാറ്റണമേ എന്ന പ്രാർത്ഥന. യേശുവിന്റെ തിരുശരീര രക്തങ്ങളായിട്ട് ഈ അപ്പവും വീഞ്ഞും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ശക്തിയാലായിട്ട് മാറുന്ന നിമിഷമാണ്. നമ്മുടെയും പ്രാർത്ഥന അതുപോലെയാണ്. യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ വാങ്ങി കുടിക്കുന്നവരില്, വാങ്ങി ഭക്ഷിക്കുന്നവന് അവൻ പറഞ്ഞത് ഞാൻ ഉണ്ടാകുമെന്നത്, അവനിൽ ജീവൻ ഉണ്ടാകുമെന്നത്. അങ്ങനെ വാങ്ങി ഭക്ഷിക്കുന്നവൻ പിന്നീട് ശവങ്ങളല്ല, മറിച്ച് സ്നേഹമുള്ള യേശുവിന്റെ മക്കളാണ്. നമ്മൾ ഇന്നും ഏറ്റുപറയുന്നുണ്ട്, പത്രോസിനെ പോലെ നീ ജീവിക്കുന്ന സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന് നമ്മുടെ ഉള്ളിലും നമുക്ക് ഏറ്റുപറയാം. കർത്താവായ ഈശോയെ, നീ ജീവിക്കുന്ന സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹ ആകുന്നു. രക്ഷകൻ എന്നതാണ് നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ കാത്തുപാലിക്കുന്ന നല്ല യേശു, നല്ല ഇടയൻ, നല്ല വഴികാട്ടി, ലോകത്തിന്റെ യഥാർത്ഥ പ്രകാശം, ലോകത്തിന്റെ യഥാർത്ഥ വെളിച്ചം, യഥാർത്ഥ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി മാറിയും അവൻ നമ്മളെ ക്ഷണിക്കുന്നത് നമ്മൾ ഇത് ആകുകയെന്നതാണ്. നമ്മൾ എവിടെയാണ് നമ്മുടെ ദൗത്യം ചെയ്യുന്നത്? നമ്മുടെ കുടുംബത്തിലാണ്, നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലാണ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്. അവിടെയൊക്കെ ഈശോയെ പ്രഘോഷിക്കേണ്ടവരാണ്, ഈശോയെ കാണിച്ചു കൊടുക്കേണ്ടവരാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഈശോ നിറഞ്ഞു നിൽക്കണമെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിന്. ഇത് ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക യേശുനാഥൻ സ്നേഹമായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ സ്നേഹം ആകണമെന്നതാണ്. നമ്മുടെ എല്ലാ അവസ്ഥകളെയും ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, വിശുദ്ധീകരിക്കുന്നതാണ്. ആ ശുദ്ധീകരണവും സമാധാനത്തോടെ ഈ ഭൂമിയിൽ ഒരു നല്ല മെഴുകുതിരിയായിട്ട് എരിഞ്ഞു തീരുവാനുള്ളതാണ്. എല്ലാവർക്കും പ്രകാശം പരത്തുന്ന, പ്രകാശം ചുരിയുന്ന സ്നേഹത്തിന്റെ മെഴുകുതിരികളായിട്ട് നാം ഓരോരുത്തരും മാറണം എന്നതാണ്. അതുകൊണ്ട് ഉള്ളിലുള്ള കലഹം, വിദ്വേഷം, വെറുപ്പ്, അഹങ്കാരം